ഇത്രയ്ക്ക് ഹെവി ആയ കോസ്റ്റ്യൂംസും ആയുധങ്ങളുമോ? ആ കാലത്തെ മനുഷ്യരൊക്കെ ഇത്ര ഹെവി ആയിട്ടുള്ള ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയായിരിക്കും യുദ്ധം ചെയ്തത്? വരും, അവർ വളരെ പവർഫുൾ ആയിരുന്നു. പക്ഷെ ഞാൻ മാജിക് കൊണ്ട് എത്ര വെയിറ്റ് ആയാലും പൊക്കിയെടുക്കലോ. വേണ്ട വരുൺ, നമ്മൾ ഇവിടെ മാജിക് ചെയ്യരുത്. നമ്മൾ മജിഷ്യൻസ് ആണെന്നുള്ള കാര്യം ഇവിടെയുള്ള ആരും അറിയരുത്. ഹലോ, ഞാനാണ് മോണ്ടി. ഹലോ, ഞാനാണ്. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. നിന്റെ പേര് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. നിനക്ക് എന്റെ പേര് മനസ്സിലായല്ലോ, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്. See you guys. അവന്റെ ധിക്കാരം കണ്ടില്ലേ? ഇനി അവൻ വന്ന് നമ്മുടെ പേര് ചോദിച്ചാൽ പോലും ആരും പറയരുത്. ഷിൽ മര, അവൻ കാരണം നമ്മൾ എന്തിനാ നമ്മളുടെ മൂഡ് ഇല്ലാതാക്കുന്നേ? സോറി കുട്ടികളെ, അത് കാര്യമാക്കണ്ട. ഇവൻ എന്റെ മകൻ മോണ്ടിയാണ്. ഒരല്പം കുട്ടിക്കുറുമ്പനാണ്. അത് സാരല്ല ആന്റി. നിങ്ങളൊക്കെ നല്ല കുട്ടികളാ. ടേക്ക് കെയർ. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടല്ലോ. ഞാൻ ആകെ ടയർഡ് ആയിരിക്കുക. എനിക്ക് തീർച്ചയായിട്ടും ഈ സ്റ്റെപ്സ് ഒന്നും കയറി ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ആരും ഇല്ലല്ലോ. നമുക്ക് സ്കേറ്റിംഗ് ബോർഡിൽ പറന്ന് താഴെ ചെന്നാലോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ വരുൺ, ഞാൻ ഇപ്പൊ തന്നെ ഈ പടിക്കെട്ടുകൾ എസ്കലേറ്ററായി മാറ്റാം. സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുകളിൽ നിന്ന് താഴേക്ക് പോകാം. വേണ്ട മര, ഇവിടെ മാജിക് ഒന്നും ചെയ്യണ്ട. അന്തർ മന്തർ താലിക മന്തർ ചൂ. നിന്റെ മാജിക് എനിക്ക് ഗതി. മമ്മി, മമ്മി വേഗം വാ, വേഗം വാ മമ്മി. ഈ പടികളെല്ലാം മൂവ് ആയിരുന്നു. ഈ സ്ഥലത്ത് ആരും മെജീഷ്യൻസ് ഉണ്ടമ്മേ. ഇവരൊക്കെ മെജീഷ്യൻസ് ആണ്. മോണ്ടി, സ്റ്റേഴ്സ് ഒന്ന് നോക്കിക്കേ, അത് അനങ്ങാതിരിക്കുക. ആന്റി, എനിക്ക് തോന്നുന്നത് മോണ്ടി കൺഫ്യൂസ്ഡ് ആണ്. എന്റെ ഫ്രണ്ട് കാൽ സ്ലിപ്പായി സ്റ്റേക്കേഴ്സിന് താഴെ വീണു. അപ്പൊ മോണ്ടി വിചാരിച്ചിരിക്കുന്നു സ്റ്റെപ്സ് അനങ്ങുന്നുണ്ടെന്ന്. മോണ്ടി, നീ എന്റെ കൂടെ വാ. ഏത് നേരവും നിനക്ക് തമാശയാ. പക്ഷെ മമ്മി, ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ തമാശയല്ല. ആ സ്റ്റേഴ്സ് മൂവ് ചെയ്ത് ഞാൻ കണ്ണോട് കണ്ടതാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, നല്ല കാലം അവ മാത്രം കണ്ടുള്ളൂ. ഞാനത് എന്തൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. ബട്ട് പ്ലീസ്, ഇനി ആരും ഒരു മാജിക്കും ചെയ്യരുത്. ഓക്കേ രുദ്ര. ഓക്കേ രുദ്ര. ഹായ്, ആ ടോയ് കാണാൻ എന്ത് രസാ. നിക്ക്, നീ ഇത് എങ്ങോട്ടാ പോന്നേ? ഹലോ സ്വീറ്റ് ഗേൾ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആ ടോയ്? നിനക്കേറെ ഇഷ്ടമായല്ലേ? വാ, എന്റെ അടുത്തേക്ക് വാ. ഞാൻ നിന്നെയും അതുപോലെ ഒരു ക്യൂട്ട് ടോയ് ആക്കി മാറ്റാം. വേണ്ട, എനിക്ക് ടോയ് ഒന്നും ആവണ്ട. നിന്റെ ടോയ് നീ തന്നെ വെച്ചോ. സോറി മൈ ഡിയർ, നീ ഇപ്പൊ ടോയ് ആയി മാറിയേ പറ്റൂ. പീകോക്ക്, പേജൻ, സ്പാരോ, ക്രോ. ഹെൽഗയുടെ മാജിക് ഇതാ തുടങ്ങുന്നു. അത് മൈരയുടെ ശബ്ദമാണല്ലോ. മൈര, മൈര നമ്മളുടെ ഒപ്പാണല്ലോ വന്നോണ്ടിരുന്നത്. അവളിപ്പോ എവിടേക്ക് പോയി? മൈരയ്ക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. വരുൺ, രംഗിലോ, റൺ ഫാസ്റ്റ്.
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. മൈരയെ തേടി കണ്ടുപിടിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എന്റെ കടായിൽ കയറിയിരുന്നങ്ങ് പറക്കാം. അമ്മ, അച്ഛ, വേഗം വാ. ഒരാൾ ഇവിടെ പറക്കുന്നു. അയാൾ പറക്കുന്നു. നോക്ക്, അവര് മെജീഷ്യൻസ് ആണ്. മരോ മരോ ഓ മരം അവിടെയുണ്ട്. മരം ഒന്ന് നിക്ക്. നീ ഇതെങ്ങോട്ടാ പോന്നേ? നിന്റെ പുറത്ത് എങ്ങനെയാ ചാവി വന്നത്? പീകോക്ക്, പിജൻ, സ്പാരോ, ക്രോ. ഹെൽഗയുടെ മാജിക് ഇതാ തുടങ്ങുന്നു. വരുൺ, റഗില, വേഗം ഓടിക്കോ. ഇവരിപ്പോ ഏതെങ്കിലും കൊക്കയിലൂടെ ചത്തുവോന്ന് തോന്നുന്നത്. രുദ്ര, നമുക്കിപ്പോ പറക്കാം. രുദ്ര, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇപ്പൊ നമ്മൾ മൈരയെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മേ, വേഗം വരൂ. ഇവിടുത്തെ ഫ്ലോർ മൊത്തം തകർന്ന് തരിപ്പണായിരിക്കാണ്. വേഗം വാ, വേഗം വന്ന് ഇതൊന്ന് കാണ്. പെട്ടെന്ന് വാ അമ്മേ. ഇവര് മെജീഷ്യൻസ് ആണ്. അമ്മേ, മോണ്ടി, നിനക്ക് എന്താ പറ്റിയത്? അമ്മ അവിടെ നോക്കിയേ, ഫ്ലോർ മൊത്തം തകർന്ന് തരിപ്പണായിരിക്കാണ്. മോണ്ടി, നിന്നെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അങ്ങോട്ട് നോക്ക്, ഒന്നും തകർന്നിട്ടില്ല. മോണ്ടിയുടെ അച്ഛ, ഇവന്റെ കുട്ടിക്കുറുമ്പുകൾ കൂടിയിരിക്കുക. ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തേ പറ്റൂ. അമ്മ, ഞാൻ പറയുന്നത് എന്താ അമ്മ വിശ്വസിക്കാത്തത്? ആ ചെക്കിന് അവന്റെ കൂട്ടുകാർ പറന്നാണ് അപ്പുറത്തേക്ക് പോയത്. ഞാനതെന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. മോണ്ടിയുടെ അച്ഛ, ഇവൻ ഇഞ്ചക്ഷൻ മാത്രം ഇട്ടാ പോരാ. ഇവന്റെ കാഴ്ചക്കുറവ് മാറ്റാൻ ഇവനൊരു കണ്ണട ഇടണം. അമ്മേ, വേണ്ട. ഉം. ഉം. ഓ മൈ സ്വീറ്റ് ലിറ്റിൽ ഡോൾ, നീ എന്നേക്കും എന്റെ പ്രിയപ്പെട്ട ഡോൾ ആയിരിക്കും. അതിസുന്ദരമായ ഫ്രോക്സ് നിനക്ക് ഞാൻ ഇട്ടുതരാം. അതിനോടൊപ്പം നിന്നെ തൊട്ടിലിട്ട് ഉറക്കാം. നീ എന്നെ വിട്ട് പിരിഞ്ഞു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ എന്റെ കൂടെ വാ, നമുക്കൊരു റൗണ്ട് പോയിട്ട് വരാം. നിന്റെ കൂട്ടുകാരൻ ഇപ്പൊ വന്നോണ്ടിരിക്കുകയായിരിക്കും. എല്ലാവർക്കും ചേർന്ന് കളിക്കാം. രുദ്ര, മൈര അവിടെയുണ്ട്. മരോ നിക്ക്. മരോ, വരുൺ, റഗില, റൺ റൺ. പീകോക്ക്, പിജിയൻ, സ്പാരോ, ക്രോ. ഹെൽഗയുടെ മാജിക് ഇതാ തുടങ്ങുന്നു. റഗില, വരുൺ, വേഗം സ്ലൈഡ് ചെയ്ത് ഇവിടുന്ന് പോയേക്ക്. രുദ്ര, എങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത്? ഇത് ഫ്ലോർ അല്ലേ? Ibaiska, Zubaiska, Ice Creato. എന്താ ഈ കോട്ടയ്ക്കകത്ത് ഐസിന്റെ ഫ്ലോർ റെഡിയാക്കിയെന്നോ? എനിക്കറിയാം. ഞാൻ അപ്പോഴേ വിചാരിച്ചത് ഇതിലെ മാജിക് ആണ്. അതെ, ഇത് മാജിക് തന്നെയാ. രുദ്ര, റൂഫ് നമ്മുടെ തലയിൽ വീഴുന്ന തോന്നുന്നത്. വരുൺ, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കുക. പ്രശ്നങ്ങളെ കണ്ട് പേടിക്കരുത്. അത് കൂടുതൽ വിഷമം തരും. നീ മുകളിൽ നോക്കളേ, സ്ലൈഡ് ചെയ്യ്. നമുക്ക് രക്ഷപ്പെടാൻ കഴിയും.
എന്താ 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 മോണ്ടി, നീ എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നേ? ഇവിടെയൊക്കെ അത് പിന്നെ ഒന്നുമില്ല മമ്മി. ഞാന് അടിപൊളിയായിട്ട് ഒരു പെയിന്റിംഗ് കണ്ടു. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത്. വാട്ട് എ ലവ്ലി പെയിന്റിംഗ് അമ്മേ. മോണ്ടി, നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. മൈര പ്ലീസ് ഒന്ന് നിൽക്ക്. ഇങ്ങനെ നീ കൈകൊട്ടിക്കൊണ്ട് പോകുന്നത് എന്തിനാ? വരുൺ മൈര എന്താ ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. അവൾ ആരോ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. എങ്ങോട്ടാ ഓടുന്നത്? ഒന്നും മനസ്സിലായില്ല അല്ലേ കുട്ടികളെ? നിങ്ങളുടെ ഈ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഞാൻ എന്റെ ടോയ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതിസുന്ദരമായ എന്റെ പ്രിയപ്പെട്ട ടോയ്. നിങ്ങൾ എല്ലാവരും അവൾക്ക് കമ്പനി കൊടുക്കില്ലേ? അതുമാത്രമല്ല, ഇവിടെ ഇതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രസമായിരിക്കും. ഓരോ താക്കോൽ ഞാൻ നിങ്ങൾക്കും ഫിറ്റ് ചെയ്ത് തരാം. പിന്നെ നിങ്ങൾ എല്ലാവരും എന്റെ പ്രിയപ്പെട്ട ടോയ്സ് ആയി മാറുന്നതായിരിക്കും. എന്ത് താക്കോലോ? ഞങ്ങളെന്താ പൂട്ടാണെന്ന് കരുതിയോ താക്കോല് ഫിക്സ് ചെയ്യാൻ? എന്താ ഇവിടെ നടക്കുന്നത്? വരുൺ രംഗില സൂക്ഷിക്കണം. രുദ്ര, നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി നീയും ടോയ് ആയി മാറുന്നതാണ്. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇവരെല്ലാവരും മജീഷ്യൻസ് തന്നെയാണ്. ഇപ്പൊ തന്നെ അമ്മ അടുത്ത് പറഞ്ഞേക്കാം. ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കുന്നില്ല. അമ്മ അമ്മ അച്ഛാ. ഇത് നമ്മുടെ മോണ്ടിയുടെ ശബ്ദമാണല്ലോ. അവൻ എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. വേഗം വരൂ. രുദ്ര, രുദ്ര. Ibaiska ki splito. രുദ്ര, ഇനി നീയും രക്ഷപ്പെടില്ല. നീയും അവരെ പോലെ മാറ്. ഇത് ഹെൽഗയുടെ സാമ്രാജ്യമാണ്. ഇവിടെ ഞാൻ വിചാരിച്ചത് മാത്രമേ നടക്കൂ. പീകോക്ക്, പിജിയൻ, സ്പാരോ, ക്രോ. ഹെൽഗയുടെ മാജിക് ഇതാ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങളും മജീഷ്യൻസ് ആണോ? അതെ, ആദ്യം ഈ പ്രശ്നം അങ്ങ് തീർക്കാം, പിന്നീട് സംസാരിക്കാം. മതി നിങ്ങളുടെ കളി. ഞാനിപ്പോ ഭയങ്കര ദേഷ്യത്തിലാ.
ഇന്ന് പ്രകൃതി പോലും എനിക്ക് സപ്പോർട്ടീവായി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചത് ഒന്നാണ്, പക്ഷേ എനിക്ക് ഒരുപാട് ടോയ്സ് കിട്ടി. നിങ്ങൾ 3 പേരും ഒരുമിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചാവികൾ നമ്മളെ ചുറ്റി വളച്ചിരിക്കുകയാണ്. ഹെൽഗ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഈ ബൈസ്കാ ബൂം ചിക് ചിക് ബൂം. എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. പീകോക്ക്, പിജിയൻ, സ്പാരോ, ക്രോ, ഹെൽഗയുടെ മാജിക് ഇതാ തുടങ്ങുകയാണ്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? എന്റെ കീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. വലിയ വലിയ ആളുകളെ പോലും ഞാൻ തളച്ചിട്ടുണ്ട്, പക്ഷെ ഈ ചെറിയ ചെറുക്കൻ എന്റെ മാജിക്കിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. No! നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ ബ്രൈറ്റ് ലാൻഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഹെൽഗ ഞങ്ങളുടെ സ്ഥലത്തുള്ള കുട്ടികളെ ഇതുപോലെ ടോയ്സ് ആയി മാറ്റി വെച്ചിരിക്കുകയാണ്. കെയർടേക്കേഴ്സ് ആയതുകൊണ്ട് അവരെ രക്ഷിച്ച് സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നിങ്ങൾ മജീഷ്യൻസ് ആണെന്നുള്ള കാര്യം മോണ്ടിക്ക് അറിയാമോ? ഇല്ല രുദ്ര, അവന് ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ബ്രൈറ്റ് ലാൻഡിൽ ചില മജീഷ്യൻസ് പിന്നെ നോർമൽ ഹ്യൂമൻസും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മോണ്ടിയെ നോർമൽ ഹ്യൂമൻസിനെ പോലെ വളർത്തിയിരിക്കുകയാണ്. കൃത്യസമയത്ത് ഞങ്ങൾ അവനോട് സത്യം പറയും. അതുകൊണ്ടാണ് അവൻ ഞങ്ങളെ കണ്ടപ്പോ സർപ്രൈസ് ആയത്. ഞാൻ രുദ്ര, സൺസിറ്റിയിലെ എന്റെ കൂട്ടുകാരുടെ ഒപ്പം ഞാൻ ഇവിടേക്ക് വന്നതാണ്. ഞങ്ങൾക്കറിയാം രുദ്ര, നിന്റെ സാഹസങ്ങളെ കുറിച്ച് സർ മജസ്റ്റിക്കോ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഹെൽഗയെ ഇന്ന് ഞങ്ങളോടൊപ്പം തന്നെ കൊണ്ടുപോവുകയാണ്. ഇനി അവൾക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന കുട്ടികളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോഴിവരെല്ലാവരെയും പഴയതുപോലെ നമ്മൾ മാറ്റണം. ആ, ഇപ്പൊ തന്നെ ശരിയാക്കാം. എനിക്ക് എന്താ പറ്റിയേ? അതൊക്കെ പിന്നെ പറയാം, അതൊരു വലിയ കഥയാണ്. അമ്മേ, ഇവര് 4 പേര് മജീഷ്യൻസ് ആണ്. അതിന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണമ്മേ. അതെ അതെ മോണ്ടി, ഞങ്ങളും അത് കണ്ടു. ഇവര് മോശമായ മജീഷ്യൻ ഹെൽഗയെ പിടിക്കാനായിട്ട് വന്നതാ. സോറി മോണ്ടി, ആദ്യം നീ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ വിശ്വസിച്ചില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ശരിക്കുള്ള മജീഷ്യൻസിനെ ഞാൻ കണ്ടിരിക്കുന്നല്ലോ. നിങ്ങളുടെ പേരെന്താന്ന് പറയാമോ? ഹായ്, ഐ ആം രുദ്ര. എനിക്ക് ഫ്രണ്ട് ആയിരിക്കുമോ? തീർച്ചയായിട്ടും.